പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു ദിവസം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഈ ദിവസത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇന്ന് തിരുസഭയിൽ സ്നാപയോഹന്നാൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ സക്കറിയായുടെയും ഏലീശോമയുടെയും തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണ്. അവരെ മധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 9-ാം വചനം ധ്യാനിക്കാം. പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. മക്കൾ ഉണ്ടാകാതിരിക്കുന്നത് അപമാനകരവും ദൈവകോപത്തിൻ്റെ അടയാളവുമൊക്കെയായി കണക്കാക്കിയിരുന്ന കാലം. എത്രയൊക്കെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ടിട്ടും കർത്താവിൽ നിന്നും കർത്താവിൻ്റെ ആലയത്തിൽ നിന്നും ഒരിഞ്ചു പോലും അകലാതെ സക്കറിയായും ഏലീശായും ഉറച്ചു നിന്നു. അതിന് പ്രതിഫലമായി സ്നാപകയോഹന്നാൻ എന്ന വലിയ സമ്മാനം നൽകി കർത്താവ് ആ ദമ്പതിമാരെ അനുഗ്രഹിച്ചു. കർത്താവെ, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും അങ്ങയിൽ നിന്നും അങ്ങയുടെ ആലയത്തിൽ നിന്നും അല്പം പോലും അകലാൻ ഞങ്ങൾക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.